എന്താ ഈ പെന്തക്കോസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താ താങ്കൾ ധരിച്ചു വെച്ചിരിക്കുന്നത്? എന്താ പെൻറ്റ എന്ന് പറഞ്ഞാൽ എന്തുവാ? എന്താ 5 കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ? കടൽ തീരങ്ങൾ. 5 കടൽ തീരങ്ങൾ. ലോകത്തുള്ള 5 ഭൂഖണ്ഡങ്ങളിലേക്ക് മതപരിവർത്തനം ചെയ്യുക എന്നുള്ള ലക്ഷ്യമാണ് അതിന്റെ പിറകിലുള്ള ഫുൾ ഫോം. ഞാൻ ആലോചിക്കാത്തൊരു കാര്യമാണ്, ഇതുവരെ ആലോചിച്ചിട്ടില്ല. നിങ്ങൾ കേട്ടല്ലോ. അതായത് പെന്തക്കോസ്തിനെ കുറ്റം പറയുകയാണ്. പെന്തക്കോസ്ത് എന്ന പദത്തിന് അദ്ദേഹം കൊടുത്ത അർത്ഥം നിങ്ങൾ കേട്ടോ? അത് കേട്ടപ്പോൾ ശ്രീമാൻ സുനിലിൻ്റെ ചിരി കണ്ടോ? താങ്കൾ ഒരു മാധ്യമ പ്രവർത്തകനല്ലയോ? സത്യം അറിയണ്ടായോ? അറിയാതെ ഇതിനൊക്കെ എങ്ങനെയാണ് യേശു മാമനൊക്കെ പറയുന്നത്? എന്താണ് പെന്തക്കോസ്തിൻ്റെ അർത്ഥം? 50-ാം ദിനം എന്നാണ് അതിൻ്റെ അർത്ഥം. യഹൂദന്മാരുടെ ഒരു പെരുന്നാളാണത്. അതായത് അവർക്ക് പാസ് ഓവർ, പെസഹ എന്നൊരു പെരുന്നാളുണ്ട്. അത് കഴിഞ്ഞ് 7 ആഴ്ച കഴിയുമ്പോൾ ഉണ്ടാകുന്ന ദിവസം 50-ാം ദിനം, അന്ന് അവർക്ക് മറ്റൊരു പെരുന്നാളുണ്ട്. അവരെ നാഷണൽ ഫെസ്റ്റിവലാണ്. അതിന് ഫെസ്റ്റിവൽ ഓഫ് വീക്സ് എന്നും പറയും, ഹാർവസ്റ്റ് പെരുന്നാളെന്ന് പറയും. അതിൻ്റെ പേരാണ് പെന്തക്കോസ്ത് 50-ാം ദിനം. ആ പെന്തക്കോസ്ത് പെരുന്നാൾ നടക്കുന്ന ആ ദിവസമാണ് യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിന് ശേഷം 50-ാം ദിനം മാളികമുറിയിൽ യേശുവിൻ്റെ ശിഷ്യന്മാർ ഏകദേശം 120 പേർ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ ആത്മാവ് അവരിലേക്ക് ഇറങ്ങി വന്നു. അന്ന് സഭ രൂപം കൊണ്ടു. 3000 പേർ അന്ന് സഭയോട് ചേർന്നു. ആ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന ദിവസമാണ് പെന്തക്കോസ്ത് ദിനം. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി വീണ്ടും ഈ ഭൂമിയിൽ ഉണ്ടായപ്പോൾ അന്ന് തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് പെന്തക്കോസ്ത് പ്രസ്ഥാനം. പരിശുദ്ധാത്മാവിൻ്റെ പ്രകടമായ ചലനങ്ങളുള്ള ആ കൂട്ടത്തിന് വിളിക്കുന്ന പേരാണ് പെന്തക്കോസ്ത്. അല്ല താങ്കൾ പറയുന്ന പോലെ 5 കടൽ, 5 ഭൂഖണ്ഡം, 5 ഭൂഖണ്ഡത്തിലും മതപരിവർത്തനം നടത്തണം. എൻ്റെ പൊന്ന് സാറേ, നമുക്ക് 7 ഭൂഖണ്ഡമുണ്ട്. തെറ്റിപ്പോയതായിരിക്കാം. എങ്കിലും ലോകം മുഴുവനും അറിയാകുന്ന പദമാണ് പെന്തക്കോസ്ത്. ആ പദത്തിന് അർത്ഥം എല്ലാവർക്കും അറിയാം. താങ്കളെപ്പോലെ ഇത്ര പദവിയുള്ള ഒരു വ്യക്തി ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ പറയരുത്. ഇപ്പോൾ താങ്കൾ താങ്കളുടെ അനുയായികൾക്ക് കൊടുക്കുന്ന അറിവെന്തുവാ? തെറ്റായ അറിവല്ലേ? ബഹുമാനപ്പെട്ട സുനിൽ, താങ്കളത് കേട്ടപ്പോൾ ചിരിക്കുകയാണ്. താങ്കൾക്ക് അർത്ഥമറിയത്തില്ലെങ്കിൽ മിണ്ടാതിരിക്കണം, അല്ലാതെ തിരുത്തണം.